I'm comfortable with girls, so what's wrong? Everyone cannot see a girl as a buddy. പക്ഷേ എനിക്കൊരു പെൺകുട്ടിനെ സിസ്റ്റർ ആയിട്ടും ഒരു ഫ്രണ്ട് ആയിട്ട് കാണാം. നമ്മളെ വല്ലാണ്ട് കെയർ ചെയ്യുന്നുണ്ട് that person. That friendship is വളരെ genuine ആണ്. Completely നമുക്ക് എല്ലാ അർത്ഥത്തിലും. I'm brought up from a family where my mom they teach you like എല്ലാം പഠിപ്പിക്കുമല്ലോ ലൈഫിൽ ഇങ്ങനെ ചെയ്യണം എറ്റിക്കറ്റ്സ് പഠിപ്പിക്കും. പക്ഷേ എന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് what they have taught me is to respect women. If she or that female is not respecting you, then you don't give respect വെറുതെ. ഫൈറ്റ് ചെയ്താലും നമ്മുടെ രീതിക്ക് ഫൈറ്റ് ഉണ്ടാവും. We don't go rough. That's why they respect me. Yeah, I'm not toxic masculine. ഞാൻ ബ്രേക്ക് ഡൗൺ ആയി. ഞാൻ കരഞ്ഞോണ്ടിരുന്നു അവിടെ. I think for 1 hour I was just crying. And I can't stop. Tears വന്നുകൊണ്ടിരിക്കുക. You have a child, right? Yeah. I think you have 2. I'm not sure, but I have a feeling you have 2. ആണോ സത്യമാണോ? No, 1. 1, okay. But it shows you might have 1 more. ആര്യൻ ഇവിടെ ഞങ്ങളുടെ കൂടെ ഇന്റർവ്യൂവിന് വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ട് അഞ്ജന ഇപ്പൊ തന്നെ കോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കോൾ തരാം. ഹായ് അഞ്ജന. അഞ്ജന, ഞാൻ ഇത് ആര്യന് കൊടുക്കണോ? ഹലോ. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. പൂജിത ഇതറിയണ്ട, പറയണ്ട. ഞാൻ അറിഞ്ഞ ഒരു സത്യമാണ്, അത് ഞാൻ പറയാം. ഓക്കെ, ആര്യൻ അറിയോന്ന് എനിക്ക് അറിയില്ല. സത്യം പറയട്ടെ, അസത്യം എന്താണെന്ന്. നമ്മുടെ എത്രയോ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു 4-5-6 years ബാക്ക് 4-5 years മുമ്പാന്ന് തോന്നുന്നുണ്ട്. ഈ പൂജിത നമ്മുടെ അപ്പൂസിനെ വിളിച്ചോണ്ടിരിക്കണ്ട് കണ്ടിന്യൂസ്. അങ്ങനെ അപ്പൂസിനെ സ്ഥിരം വിളിച്ചിട്ട് എന്താ പറയണെന്നറിയോ? ഫുൾ ടൈം ഞാനൊരാളെ പരിചയപ്പെട്ടു, വളരെ നല്ലൊരു ഗൈയാണ്, വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരാളാണ്, അവനെ എനിക്ക് എങ്ങനെയെങ്കിലും പ്രൊമോട്ട് ചെയ്യണം, അപ്പൊ അതിന് വേണ്ടിയിട്ട് അതിന് ഇത് ചെയ്യൂ, നിങ്ങൾ ഇന്റർവ്യൂസ് എടുക്കൂ, നിങ്ങൾ അതിന് എന്തെങ്കിലുമൊക്കെ എന്താ പറയാ ഒരു ആർട്ടിക്കിൾ ചെയ്യുവോ, എന്തെങ്കിലുമൊക്കെ പ്രൊമോഷൻസ് ഒക്കെ മാക്സിമം കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യും. അപ്പൊ അപ്പൂസ് ചോദിച്ചു, ആരാ പൂജിത ഇതായ വ്യക്തി, ഇത് ആരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു? അപ്പൊ പറഞ്ഞു, വൺ മിസ്റ്റർ ആര്യൻ. ഓക്കെ, ഇതാണ് ഹീസ് മൈ സോൾ മേറ്റ്, അവൻ എനിക്ക് എങ്ങനെയെങ്കിലും പ്രൊമോട്ട് ചെയ്യണം. അപ്പം ഇക്കാര്യം അവൻ അറിയരുത്. അവൻ അറിയാതെ അപ്പൂസ് ഇങ്ങനെ വിളിക്കേ, ഐഡിയസ് ഒക്കെ പറഞ്ഞുതരും. അപ്പൂസ് ഞാൻ നമ്പർ തന്നിട്ടാന്ന് പറയരുത്, വേറെ എന്താന്ന് പറയണം. എന്നിട്ട് അപ്പൂസ് യു കോൾ ഹിം, എന്നിട്ട് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ തരാമോ? എന്താ നീ പറഞ്ഞിട്ടാണ് ഈ വിളിക്കുമ്പോൾ ആ സൈഡിൽ ഞാൻ അവളുടെ കാല് പിടിക്കുന്നുണ്ട്. ലൈഫിൽ ഞാൻ ഇവിടെ എത്തിയുള്ള എനിക്കൊരു ഹെൽപ്പ് വേണമെങ്കിൽ പ്രൊമോഷൻ വേണം, അത് ഞാൻ കൂടെയുണ്ട്. പിന്നെ നീ പറയണം അവരോട് ഞാൻ കൂടെയല്ല, പക്ഷെ ഞാനും അറിയണത്. അങ്ങനെയായിരുന്നു എല്ലാം ഗെയിം കിട്ടിയാൽ എന്തെങ്കിലും എടുത്തിട്ട് അവള് തലക്കിട്ട് കൊടുക്കണം. അതെ, അപ്പൊ നിങ്ങളെ പറ്റിച്ചായിരിക്കും. അപ്പൂസ് അവൻ ഇപ്പൊ കൂടെ വിചാരിച്ചിരിക്കുന്ന എന്നോട് പറയാ, ചേച്ചി പാവം പൂജിത, പക്ഷെ നല്ല ഡിസിഷൻ ആയില്ലേ? അതെ, എന്നോട് ഇപ്പോഴും കൂടെ പറയണ അപ്പൂസ് ഫീലിങ്സിലാ പറയണേ. ചേച്ചി എനിക്ക് പൂജിനെ അറിയാലോ, അപ്പൊ ചേച്ചി പൂജിത എന്ത് ഹെൽപ്പിംഗ് മെന്റാലിറ്റിയാ ചേച്ചി, പാവം ആര്യൻ ആരാന്നൊരു ഹെൽപ്പിംഗ് ഒക്കെയാണ്. പക്ഷെ ഇങ്ങനെയൊന്നും പറയില്ല, പ്ലീസ് ഒന്നും പറയില്ല. ഒരു ശല്യമുണ്ട്, അവനൊന്ന് ഇന്റർവ്യൂ നോപ്പിക്കും, ആ ഒരു മൈൻഡിലായിരിക്കും പറഞ്ഞത്. 100%. We are like that. We are like cats and dogs. ഓക്കെ, പക്ഷെ പൂജിതായിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു ആര്യൻ ഇപ്പൊ പറയുന്നുണ്ട് അച്ഛൻ അമ്മ പൂജ വരുന്നുണ്ടോ എന്ന് പോലും ചോദിക്കില്ല. അവൾക്ക് വേണ്ടിട്ട് ഒരു പ്ലേറ്റ് ഉണ്ട്. And Ammu also her sister. Yeah, I know. We three are very close. Okay. ഞാൻ അമ്മു പൂജു are like one family. പൂജു മാത്രമായിട്ട് മതിയായില്ല മോന്, അല്ലേ? അല്ല, ആ ഒരു അത്രയും അറ്റാക്കിങ് കിട്ടിട്ട് മതിയായിട്ടില്ല. സിസ്റ്ററിന്റെയും കൂടെ, പൂജുവിന്റെ ഹൈപ്പറാണ് പൂജയുടെ സിസ്റ്റർ. No, she's a lawyer. ആണോ? She's a life coach. ഓ, അങ്ങനെ. She is basically like one ഒരു ചാറ്റ് GPT. എന്റെ ചാറ്റ് GPT അവള് എന്ത് ചോദിച്ചാലും she'll know every answer. She'll know every solution. If I'm feeling happy, I'm feeling down, I'll say അമ്മു ഞാൻ ഇന്ന് എന്റെ മൂഡ് ഇതാണ്. അമ്മു will talk to me for 10 minutes and I'll feel like the most happiest. She's very very smart. She gives smart people life coaching. Now you think. So അത്രയ്ക്ക് ഒരു unhyper ആണ്. She's very like sorted. She's a lawyer. അവൾക്ക് അങ്ങനെ ഹൈപ്പർ, പൂജ ഭയങ്കര ഹൈപ്പർ ആണല്ലോ. ഞാൻ അന്ന് വീട്ടിൽ പോയപ്പോ സിസ്റ്ററേയും കണ്ടു. അപ്പൊ ഞാൻ
ഐ മീൻ പൂജുവിന്റെ സെയിം വൈബ് എനിക്ക് സിസ്റ്ററിൽ നിന്നും കിട്ടിയത്. ആണോ? അല്ലല്ലോ, പക്ഷെ ഭയങ്കര ഷീസ് വെരി സോബർ ആൻഡ് വെരി. ആണോ? പക്ഷെ അന്ന് എനിക്ക് എല്ലാം ഞാനും പൂജുവിന്റെ ഒക്കെ ടൈപ്പ് തന്നെ ഞങ്ങളുടെ പോലെ തന്നെ തോന്നി. അപ്പൊ ആണോ അങ്ങനെ തന്നെ ആയിരിക്കും നോക്കി. അത് എന്റെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ ഞാനത് ചോദിച്ചേ പൂജനെ ചിലർ ഞാൻ പറഞ്ഞു ഇത്രയ്ക്കൊക്കെ അനുഭവിച്ച പോരെ എന്ന് ചോദിക്കുന്ന പോലെയാണ് ഞാൻ അത് ഉദ്ദേശിച്ച് ചോദിച്ചത്. പൂജ മാത്രം പരിചയപ്പെട്ടിട്ട് പൂജയുടെ സിസ്റ്ററിനെ പരിചയപ്പെട്ടു. അമ്മ ഓൾസോ സെയിം വേ. അവളുടെ വീട്ടിലൊരു പ്ലേറ്റ് ഉണ്ടോ എനിക്ക് വേണ്ടി? ആണല്ലേ? എന്താ ഉപ്പേരി. ഇതാ മറ്റേത് നിറം സിനിമയിലല്ലേ? അല്ലേ? ആ അതേപോലെ തന്നെ നിറം സിനിമയിലെ ചാക്കോച്ചൻ. അവരുടെ വീട്ടിൽ എന്താണ് അവിടെ പോയിട്ട് അവിടെ എന്താണോ കഴിക്കാനുള്ളത് എല്ലാം പടം കാണും. ഞാൻ സ്പടികം തൊട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത് മാത്രം ഞാൻ കണ്ടിട്ടില്ല. മിസ് ചെയ്തു, എവിടെയോ എപ്പോഴും മിസ് ചെയ്തു. സാരമില്ല. ആ സിനിമയിൽ ഇങ്ങനെ തന്നെയാണ്. അവിടുത്തെ വീട്ടിൽ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് അതാണ് ഇഷ്ടമെങ്കിൽ നേരെ അവിടെ പോയിരുന്ന് കഴിക്കും. സെയിം ലൈക്ക് നിങ്ങളുടെ പോലെ തന്നെ. ഓക്കെ, അപ്പൊ നമ്മൾ പൂജു ഫാമിലി മെമ്പർ ആണ് എല്ലാം നിങ്ങൾ പറഞ്ഞു. അതുപോലെയാണ് ജസ്റ്റ് ലൈക്ക് സിസ്റ്ററിനെ പോലെ ആയിരിക്കാം ഒരു പക്ഷെ നിങ്ങൾ തമ്മിലുള്ള അഫെക്ഷൻ ഒക്കെ. ഈ പൂജനെ അവിടെ വിടാം. നമുക്കിനി അവളെ കുറിച്ച് ഇത്രയൊക്കെ പ്രൊമോട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി അവിടെ വെക്കാം. അതെ, ആ പേര് പറഞ്ഞു പോയി. പക്ഷേ ഞാൻ അതിടത്തോളം ആരിനെ ചുറ്റിപ്പറ്റി കുറെ നല്ല ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്. ഇങ്ങോട്ട് തിരിഞ്ഞോ അങ്ങോട്ട് തിരിഞ്ഞോ എത്ര ഗേൾ ഫ്രണ്ട്സ്. ഇത്ര ഗേൾ ഫ്രണ്ട്സിന് അറ്റ് ടൈം ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യണം ആര്യൻ? ഞാൻ എങ്ങനെ മാനേജ് ചെയ്യുന്നു ബ്രോ? ഞാൻ കേട്ടതാണ് ആര്യൻ ഒരുപാട് നല്ല ഗേൾ ഫ്രണ്ട്സ്. പിന്നെ കേരളത്തിൽ നിങ്ങൾ പറഞ്ഞ പോലെ if you are someone different you will have people talking about things like that. For example, പൃഥ്വിരാജ് ആയാലും ആറ് ഗുഡ് ലുക്കിംഗ് ആക്ടേഴ്സ് എല്ലാവരും പൃഥ്വിരാജ് എത്ര ചിക്സ് ഉണ്ടാവും ആ ഒരു മൈൻഡില്. പക്ഷെ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് എന്തായാലും. ഐ എം നോട്ട് ഡേറ്റിംഗ് എനിവൺ ആൻഡ് ഐ എം കംപ്ലീറ്റ്ലി സിംഗിൾ റൈറ്റ് നൗ. ആണോ? സോ ഐ ഡോണ്ട് ഹാവ് right now past 1 year 1-2 years right also now. I have been single since 1 week aito 1-2 year why yaar ഞാൻ 1 week ആയിട്ട് 1-2 years ആയിട്ട് ഞാൻ സിംഗിൾ ആണ്. അത് പൂജയോട് പറയത്തില്ല, അവൾ ആരെങ്കിലും സെറ്റ് ആക്കി തന്നേനെ. But I have female friends. ഇഷ്ടംപോലെ female friends. I do connect a lot with girls. I like talking to everyone. Like for example, Shah Rukh Khan. Even in his interview he says no, I'm comfortable with girls, so what's wrong? I can see a girl as a buddy. Everyone cannot see a girl as a buddy. They might have intentions. അവർക്ക് എന്തെങ്കിലും ഉണ്ടാവാം. പക്ഷെ എനിക്കൊരു പെൺകുട്ടിനെ സിസ്റ്റർ ആയിട്ടും സിസ്റ്റർ ആയിട്ടും ഒരു ഫ്രണ്ട് ആയിട്ട് കാണാം. That's what I'm saying. Like, that's why I have a lot of friends. അല്ല, എനിക്ക് മനസ്സിലാക്കിയത്തോളം ആര്യന്റെ ഗേൾസിന് കൂടുതൽ ഇപ്പൊ ഫ്രണ്ട് ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇഷ്ടം തോന്നുകയാണെങ്കിലും അവർക്ക് അങ്ങനെ തോന്നണമെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്മളെ വല്ലാണ്ട് കെയർ ചെയ്യുന്നുണ്ട് ദാറ്റ് പേഴ്സൺ. ആ ഒരു മെയിൽ നമ്മളെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. നമ്മൾ സേഫ് ആണ് ആ ആളുടെ കൂടെ. ദാറ്റ് ഫ്രണ്ട്ഷിപ്പ് ഈസ് വളരെ ജെനുവിൻ ആണ്. കംപ്ലീറ്റ്ലി നമുക്ക് എല്ലാ അർത്ഥത്തിലും എനി ടൈം നമുക്ക് അവരെ വിളിക്കാൻ പറ്റുന്ന പോലത്തെ ആ ഒരു ട്രസ്റ്റ് വരുമല്ലോ. എനിക്ക് മനസ്സിലാക്കിയത്തോളം ആര്യന്റെ കൂടെ ഇത്രയും ഗേൾസ് വരാൻ കാരണം അവർക്ക് ആ ഒരു ട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട് ആര്യനിലൂടെ. I respect every so I'm brought up from a family where my mom and amma when you are growing up they teach you like എല്ലാം പഠിപ്പിക്കുമല്ലോ ലൈഫിൽ ഇങ്ങനെ ചെയ്യണം എറ്റിക്കറ്റ്സ് പഠിപ്പിക്കും. പക്ഷെ എന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് what they have taught me is to respect women. അവിടെയാണ് ഒരു ഗേളിനെ but also she has told me respect women if you feel that relation is right. If she or that female is not respecting you, then you don't give respect verade. You won't be like hello namaskaram to all girls. You give respect to people who you feel are giving respect to you. appo aa karyathil ഞാൻ എപ്പോഴും ഞാൻ എടി പോടി ആ ഒരു വാക്ക് I don't use all those kind of terms. And I fight ചെയ്താലും നമ്മുടെ രീതിക്ക് ഫൈറ്റ് ഉണ്ടാവും. We don't go rough. That's why they respect me. That's why I have a lot of female friends. Toxic alla yan. I would say that. Yeah, I'm not toxic masculine. ഒരു രീതിയിൽ ടോക്സിക് ആയിട്ടേ ഇല്ല ലൈഫിൽ ഒരിക്കലും. എനിക്ക് ആ ഒരു I don't keep a rapport of anger and this thing with a lot of girls. ദേഷ്യം വരാറേ ഇല്ല ആര്യന്? ദേഷ്യം വരാറുണ്ട്, തീർച്ചയായിട്ടും വരാറുണ്ട്. വന്നാ പിന്നെ ഞാൻ അത് വേറെ ആളായിരിക്കും. പക്ഷെ I don't with female I don't prefer giving it off to them on the face or like അങ്ങനെയൊന്നും I wouldn't prefer doing them in the bad language way. Then ചൂടാവും, ഫൈറ്റ് ചെയ്യും. പക്ഷെ നമ്മള് make sure it just goes on in a good way. ഓക്കെ. അത് നിങ്ങൾ വിത്ത് ഫീമെയിൽസ് ഒക്കെ ആയിട്ട് പൊതുവെ ഇറങ്ങുമ്പോഴാണെങ്കിലും ആൺകുട്ടികളായിട്ടും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഐ ഫീൽ ലൈക്ക് എനിക്ക് തെറി വിളിക്കാൻ പറ്റും ആൺകുട്ടികളെ. ഐ ഫീൽ ആ ഒരു രീതിയിൽ കംഫർട്ടബിൾ ആണ്. ഞാൻ പോടാ പട്ടി എന്നൊക്കെ വിളിക്കാൻ എനിക്ക് ഓക്കെ ആണ്, കുഴപ്പമില്ല. I'm okay with calling male, but female is because I've brought up in that kind of family. I don't like giving it off to them. With due respect, നമ്മൾ അങ്ങനത്തെ words ഒന്നും അങ്ങനെ use you can fight, talk to your point, tell your point and tell them you're wrong, but not like
എടി ബോഡി എക്സെട്ര നീ ആരാ തന്ത മന്ത പുന്ത whatever you call എന്നൊക്കെ വിളിക്കുന്നത് എനിക്കറിയില്ല. പക്ഷെ എല്ലാ ചീത്തവാക്കുകളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടോ? എല്ലാം അറിയാം. എല്ലാം പഠിച്ചു. പിന്നെ നമ്മളൊരു വാറിന് പോകുമ്പോ we don't take a sword and go. I take my sword and go. എന്റെ sword എന്റെ തെറികൾ ഇവിടെ ഞാൻ പറയാൻ വേണ്ടി if I want to tell I'll tell. പക്ഷെ I make sure I don't take out it before the war comes. മനസ്സിലായില്ലേ? ആരും അഞ്ജന എന്ന് പറഞ്ഞ ഒരാളെ അറിയോ? അഞ്ജന ഏതാ? അഞ്ജന അറിയില്ല? എന്നാ ഞാൻ കണക്ട് ചെയ്തുതരാം. 3 അഞ്ജന അറിയാം. ആണോ? എന്നാ അതിൽ ഏത് അഞ്ജനയാണെന്ന് ആര്യൻ തന്നെ നോക്കിക്കോളൂ. ആര്യൻ ഇവിടെ ഞങ്ങളുടെ കൂടെ ഇന്റർവ്യൂവിന് വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ട് അഞ്ജന ഇപ്പൊ തന്നെ കോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കോൾ തരാം. ഫോൺ തരുമ്പോ നോക്കൂ ഇതിൽ ഏത് അഞ്ജനയാണെന്ന്. ഓക്കെ. ഹായ് അഞ്ജന. യാ അഞ്ജന, ഞാൻ ഇത് ആര്യന് കൊടുക്കണോ? ഹലോ അല്ല ഇതാരാ? അഞ്ജന ഫ്രം കോഴിക്കോടോ? ഞാൻ ആര്യന്റെ വലിയൊരു ഫാനാണ്. ഞാൻ നിങ്ങൾ വലിയൊരു ഫാൻ എന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എടാ അഞ്ജന, ഞാനാ വിളിക്കാൻ പറഞ്ഞ ഇവരോട്. ഞാൻ നിന്നെ എത്ര മിസ് ചെയ്തു നിനക്ക് അറിയോ? ഞാൻ കോഴിക്കോട് വരെ എത്തി. പക്ഷെ ഇത് ഏത് അഞ്ജന എനിക്ക് മനസ്സിലാവണം. സത്യം ഞാൻ തമാശ കളിച്ചു കുറെ. പക്ഷെ ഇത് ഏത് അഞ്ജന? എന്റെ ഫാനാണ്. ഓക്കെ ഞാൻ അറിയുന്ന അഞ്ജനയാണെന്ന് ഞാൻ വിചാരിച്ചു. സോറി കേട്ടോ. ഇല്ല താങ്ക് യു സോ മച്ച് ഫോർ എന്നെ. പക്ഷെ സിനിമയിലുണ്ടായ 2 ദിവസമാണല്ലോ ആ പടം പൊട്ടി പാളിസായല്ലോ. നിങ്ങളിങ്ങനെ 5 ലക്ഷം കണ്ട ആ പടം. പക്ഷെ കാലിക്കറ്റ് റിലീസ് ഉണ്ടായില്ല ആ പടത്തിന്റെ. ഓക്കെ എവിടെ കണ്ടേ പറഞ്ഞ? ഞാൻ പറ റിലീസ് ഉണ്ടോ ഇല്ലേ? കൊച്ചിയിൽ റിലീസ് ഉണ്ടായിട്ടില്ല. കോയമ്പത്തൂർ ട്രിവാൻഡ്രം സൈഡിൽ ഉണ്ടായിട്ടും ഇല്ല. ഇറ്റ്സ് മെയിൻലി ഇൻ ഉണ്ടായിരുന്നു. ശരിയാ പറഞ്ഞു ശരിയാ. കണ്ടോ? യു ലൈക്ക് മൈ മൂവി? ഞാൻ എന്താ ചെയ്ത ആ പടത്തില്? ക്യാരക്ടർ എന്തായിരുന്നു എന്റെ? വാട്ട് ഡിഡ് യു ലൈക്ക് അബൌട്ട് മൈ മൂവി? ആ മൂവിയിൽ ഞാൻ എന്താ ചെയ്തെന്ന് പറഞ്ഞു? ക്യാരക്ടർ എല്ലാവരും ചെയ്യുള്ളൂ അതിനകത്ത്. പിന്നെ സിനിമയിൽ ഡാൻസ് ചെയ്യാൻ പറ്റുമോ? അല്ല അത് ശരിയാണ്. പക്ഷെ ഈ സിനിമയിൽ നിങ്ങൾക്ക് ഏത് പാട്ടാ ഇഷ്ടപ്പെട്ടെ? ആണോ? ഞാൻ ആ മറ്റേ വാഷ്റൂം പോയ സീൻ കണ്ടിരുന്നോ? കക്കൂസിലുള്ള അത് ഇഷ്ടപ്പെട്ടിരുന്നോ? അത് ഇഷ്ടായില്ലേ? പക്ഷെ നിങ്ങൾ പറഞ്ഞു എന്റെ എല്ലാ സീനും ഇഷ്ടമായെന്ന് പറഞ്ഞു. ആ തീർച്ചയായിട്ടും ഞാൻ ഫാൻസിനോട് ഇങ്ങനെ സംസാരിക്കണേ ആണ്. ഞാൻ അങ്ങനെയാണ്. സോറി കേട്ടോ, ഞാൻ ഭയങ്കര റൂഡാണ്. ആണോ? പേരെന്തായിരുന്നു ടൂത്ത് പേസ്റ്റ് ആഡിന്റെ? ഉമ്മാതിരി തള്ളി. ഫോണൊക്കെ പറന്ന് ഉമ്മാതിരി തള്ളു. ഇതാരാ? I'm just kidding. See, jokes apart, and I'm really thankful to you. നിങ്ങൾ എൻ്റെ പടം കണ്ടു, എല്ലാം ടൂത്ത് പേസ്റ്റിന് ആഡ് കണ്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. I was just joking around with you കേട്ടോ. ആണോ? ഞാൻ മരിച്ചു വന്ന് പേടിയുണ്ടായിരുന്നല്ലേ? പക്ഷെ ഐ ആം നോട്ട് ഡെഡ്, ഐ ആം ഫോർ യു. നിങ്ങൾ രാത്രി ഉറങ്ങില്ല അല്ലേ? ഗുഡ് നൈസ് ടോക്കിംഗ് ടു യു അഞ്ജന. യു ആർ എ വെരി സ്വീറ്റ് ഗേൾ. ബാക്കി എൻ്റെ കോമഡിയും ചളികളൊന്നും അങ്ങനെ തോന്നരുത്. ഐ എം ജസ്റ്റ് ടോക്കിംഗ് ടു യു ഇൻ എ വെരി ഫൺ വേ. യാ യു ആർ ഓൾവേസ് വെൽക്കം. തീർച്ചയായിട്ടും. ഈ വാട്സാപ്പ് ചെയ്തേക്ക് ഈ നമ്പർ ഞാൻ വിളിച്ചോളാം. 100% കാണാം നമുക്ക്. 100% വിൽ ഡെഫിനറ്റ്ലി ഒരു സമയത്ത് കാണാം. നാളെ ഫ്രീ കാണാം. താങ്ക് യു അഞ്ജന. ടേക്ക് കെയർ. ഹായ് അഞ്ജന. ഓക്കെ അഞ്ജന. ഓക്കെ താങ്ക് യു. അഞ്ജന ഇപ്പൊ ട്രോമ അടിച്ചിട്ടുണ്ടാവും. ഇതൊരു പ്രാങ്ക് കോൾ പോലെ തോന്നി. അപ്പൊ ഞാൻ തിരിച്ച് പ്രാങ്ക് ചെയ്തു. അത്ര പ്രാങ്ക് ചെയ്താണ്. പക്ഷെ ഇത് ശരിക്കും ഫാനാണ് കേട്ടോ. ഇല്ല ഫാനൽ കള്ളം പറയാം. എനിക്ക് ആരും കള്ളം പറയാം. കൊച്ചിയിലുള്ള ഗേൾസിന് മാത്രം ഇഷ്ടമാവാൻ പറ്റുള്ളൂ. അതൊക്കെ അങ്ങനെ പറയുമ്പോ എനിക്ക് ഐ കൻ റീഡ് എ പേഴ്സൺ വെരി വെൽ. ഒരാൾ വിളിച്ച സീരിയസ്ലി എനിക്ക് നിങ്ങൾ റീഡ് ചെയ്യാൻ പറ്റും ഇപ്പൊ. ആണോ? എന്നാ റീഡ് ചെയ്തേ എന്റെ മനസ്സിൽ കൂടെ. നിങ്ങൾ കൈ കാണിക്കൂ. യെസ്. ഏത് കൈ വേണം? ലെഫ്റ്റ് കൈ കാണിക്കൂ. ലെഫ്റ്റ്. എന്നാ ഏതാ ലെഫ്റ്റ് എന്ന് പറയൂ. ഇങ്ങനെ ഇരിക്കുമ്പോ ഈ ലെഫ്റ്റ്. ഓഹ് അത് തന്നെ ഇത്ര ടൈം എടുത്തല്ലോ ആര്യ. ജസ്റ്റ് ടേൺ ഇറ്റ്. യെസ്. Okay, so I'll read your hand. Okay, so this line is for your life. That means your life expectancy. നിങ്ങൾ ഒരു ഏകദേശം 70-80s ഒക്കെ ആവുമ്പോൾ you live longer, but you will have a very big impact on 60-70.
maybe 60-70 ഓ? yeah, maybe heart related problems I feel. പക്ഷെ 70 ഒക്കെ അല്ലേ കുഴപ്പം. 60-70 ഇന്നത്തെ 70 എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര യൂത്ത് ആണ്. You have a child, right? ആ. Yeah. Adum it's shown. I think you have 2. I'm not sure, but I have a feeling you have 2. Ana satyano? No, 1. 1, okay. But it shows you might have 1 more. Yeah, time ഉണ്ട്. ഈ കയ്യിൽ രണ്ടുപേരുണ്ട്. ഈ കയ്യിൽ രണ്ട് കുട്ടികൾ, ഈ രണ്ട് കുട്ടികൾ. Okay. Yeah, but- നോക്കട്ടെ എന്റെ മൈക്ക്. Yeah. Then apart from that, these veins here, these signify your love for plants. You love plants. നിങ്ങൾക്ക് plants മനസ്സിലായില്ലേ? Yeah, Plants ഇഷ്ടമായിരിക്കും. More of nature loving person. ഇപ്പൊ mountain beach പറഞ്ഞാൽ you will go to a mountain and stay. I feel you'll be less towards beaches. Is it true? ഞാൻ കായല് പറഞ്ഞ അതുപോലെ ചാടില്ല അങ്ങനെ. ഓപ്പോസിറ്റ് പറയാൻ വേണ്ടി എനിക്ക് മനസ്സിലായി. പക്ഷെ ഐ എം ബീങ് ഓണസ്റ്റ് യു, നിങ്ങൾക്ക് മൗണ്ടൻസ് ആണോ ഇഷ്ടം? യു ലൈക്ക് ബീച്ചസ് മോർ? Both. But what would you prefer more? Yeah, mountain. Mountain, no? obviously. Yeah, so I'm right here. Yeah. Yeah, so it's Yes. written, it shows you like mountains more. Yeah. You are the more romantic person in the relation compared to your husband. Exactly. Or if you're married, I don't know if you're married. Yes. Yeah. എനിക്കൊരു കൊച്ചു. Sorry. തമാശ പറയല്ലേ? പക്ഷെ ഞാൻ വായിച്ചെല്ലാം കറക്റ്റ് അല്ലേ? ഇത് വായിച്ചിട്ട് എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ റിലേഷനിൽ you are more romantic than your husband. Yes or no? exactly. Correct, no? Yes, correct. So adum, that's what your lines also showing, that you are the person who's a giver. അതെങ്ങനെ എന്റെ ഹസ്ബൻഡിന്റെ കാര്യം ഇതിനകത്ത് Husband കാണിക്കുന്നത്? നിങ്ങളുടെ with the person, with the partner you are the more love making person in your relationship. You അപ്പൊ will be partner more ന്റെ സാധനം ഇതിൽ affection കാണിക്കാൻ വേണ്ടി നിങ്ങളായിരിക്കും കൂടുതൽ. അതെ അതെ, ഞാനാണ് എക്സ്പ്രസീവ്. Yeah, and I mean അത് മറ്റേ എനിക്ക് അറിയില്ല, പക്ഷെ ഇതായിരിക്കും കൂടുതൽ. അതല്ലാതെ yeah, that's all. You're more of a giver, I feel. This is a giver hand. So when there's a lot of these lines, no? See, I am not a giver. കണ്ട എന്റെ കുറച്ചും കൂടി ഇതാ, but you're a giver, so you have more of these kind of lines. ഓ, ഈ ഫൈൻ ലൈൻസ്. ഗിവർ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? മനസ്സിലായി. ഇപ്പൊ ഒരു നോട്ട് ലൈക്ക് ബില്ല് കൊടുക്കാൻ വേണ്ടി അങ്ങനെയല്ല, പക്ഷെ നിങ്ങൾ മോർ ഓഫ് യു വിൽ ഗിവ് മോർ ദൻ യു വിൽ റിസീവ്. നിങ്ങൾക്ക് ആ ഗിവിംഗിലായിരിക്കും കൂടുതൽ ഹാപ്പിനെസ്. യെസ്. If someone you give food and they eat and they look at you and smile, you'll be like, oh wow, my day is made. So I feel അത്രേ ഉള്ളൂ. ഫ്യൂച്ചർ എന്ന് പറയാൻ പറ്റില്ല. ഇത്രേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. വേറെ അപ്പൊ ഒരു കാര്യം കൂടെ പറഞ്ഞേ, ഞാൻ എത്ര നാളെ മൈൽ സ്റ്റോണിൽ ആങ്കർ ചെയ്യുന്നു കൂടെ പറഞ്ഞേ. മിക്കവാറും ഇതെന്റെ പൈസ പെൻഡിങ് അല്ലേ? എനിക്ക് മനസ്സിലായി. അതെ, എത്ര ഇന്നലെ നമ്മുടെ ലാസ്റ്റ് ഇന്റർവ്യൂ. അപ്പൊ സോറി. അപ്പൊ പറയുന്നുണ്ടോ ഞാൻ വേറെ പുതിയ ചാനൽ തുടങ്ങാൻ പോവാ. ആര്യൻ പറഞ്ഞതെല്ലാം തെറ്റാണ്. ജ്യോതിഷി. അപ്പൊ നമുക്ക് സിനിമ ഒന്നും കിട്ടിയില്ലേ, നമുക്കൊരു ബോർഡ് ഇട്ടിട്ടിരിക്കാം. But I'm being very honest. I've learned it from my mom. ആണോ? അമ്മ ഇത് പഠിച്ചിട്ടുണ്ടോ? ചെയ്യല്ല, but പണ്ട് when she was in college time and all, her bua used to read. Bua is how do I tell you? Bua എന്ന് പറയുമ്പോ അച്ഛന്റെ സിസ്റ്റർ. So they were very connected. So she's into all this. So അങ്ങനെ ഈ കാര്യത്തില് my mom is very good. So ഞാൻ അങ്ങനെ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ മൂന്നാല് സാധനങ്ങൾ, ഈ എഫെക്ഷൻ സാധനങ്ങളും കുട്ടികൾ സാധനങ്ങളും ഏജ് എക്സ്പെക്ടൻസി, അതെല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട്. അത്യാവശ്യം വേണ്ടത് വെറുതെ ഇത് 100% accuracy ഉണ്ടാവില്ല, പക്ഷെ ഒരു ഏകദേശം you will come to know a little bit about the person from all this. അല്ല, എന്റെ കാര്യം പറഞ്ഞതെല്ലാം വളരെ ആക്യുറേറ്റ് ആണ്. എന്റെ കൈ നോക്കിട്ട് പറഞ്ഞതെല്ലാം പക്ക. ഇനി എന്റെ ഫേസ് നോക്കിട്ട് ഒരു കാര്യം പറഞ്ഞേ. 10 മിനിറ്റ് ഇപ്പൊ കൂടി ഇരുന്നിട്ട് ഫേസ് ഒക്കെ റീഡ് ചെയ്യാൻ അങ്ങനെയില്ല, but if you talk to a person and with the hand I'll come to know totally എങ്ങനെ. But face wise I don't know, you don't look like a struggler. Like നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന ആളല്ല എന്ന് തോന്നുന്നു, ബട്ട് യു ആർ മോർ ഓഫ് എ പാഷനേറ്റ് പേഴ്സൺ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് പൈസ വേണ്ട ലൈഫിൽ, പക്ഷെ യു വോണ്ട് ഡു വാട്ട് യു ഫീൽ ലൈക്ക്. യു ഗോട്ട് ദ പോയിന്റ്. നിങ്ങൾക്ക് ആങ്കറിംഗ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ആങ്കർ ചെയ്യുന്നു. ചിലപ്പോൾ ആങ്കറിംഗിന്റെ കയ്യിൽ പൈസ ആവശ്യം ഉണ്ടാവില്ല. കേട്ടല്ലോ? No, I'm not saying that you want money, but I'm saying more of that it's for you're doing this for a passion. Ano? Correct, ano? Not for the money revenue earned in this. Very true. I'm accurate, no? So you don't look like a struggler. Adund you look like a peaceful person who wants to go through life in a very happy way. But you don't want to like thrive for something. You just want to like just chill, I feel. ആ ഒരു ഫേസിൽ കാണുന്നുണ്ട്. ഇത്രയൊക്കെ പറഞ്ഞു, ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇത് ക്യാമറ ഒക്കെ ഓഫ് ചെയ്തിട്ട് നമുക്ക് പറയാം. അല്ലാതെ ഫുൾ ഒന്നും നമുക്ക് ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യുന്നില്ല സാറിന്റെ. ഇവിടെയും ബിസിനസ് അല്ല, ആര്യൻ ഇപ്പൊ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇത് അപ്പൂസിന് ഒരു ഷോക്കിംഗ് ന്യൂസ് ആണ്. ആര്യൻ ഇങ്ങനെ ഹാൻഡ് റീഡ് ചെയ്യും, ഫേസ് റീഡ് ചെയ്യുന്നില്ല. മിക്കവാറും അപ്പൂസ് അടുത്ത പ്രോഗ്രാമും കൊണ്ട് കുറച്ച് ഗേൾസിനെ കൊണ്ട് സെറ്റ് ചെയ്തിട്ട് വരും. ഇല്ല, അങ്ങനെ എല്ലാവർക്കും ഞാൻ ചെയ്യാറില്ല. പീപ്പിൾ ഹു ഐ ലൈക്ക് ആസ് എ പേഴ്സൺ, ഐ മീൻ യു ആർ എ വെരി നൈസ് പേഴ്സൺ. അപ്പൊ ഞാൻ എന്തായാലും അത് വായിച്ച് പറഞ്ഞു. എന്നാലും പൊന്നുമോനെ, ഇതെല്ലാം അപ്പൂസ് കേൾക്കുന്നുണ്ട്. അപ്പൂസ് ആര്യനെ വീഴ്ത്താൻ പറ്റുന്ന ഫ്ലാറ്റ് ആക്കുന്നതാണ് ഗേൾസിനെ പൂജിത ത്രൂ ഓപ്പറേറ്റ് ചെയ്ത് അടുത്ത ഒരു പ്രോഗ്രാം ചെയ്യും. ഇങ്ങനെ ഇല്ല, ഗൈസിനെ വിളിക്കാം. അങ്ങനെ ഗേൾസ് മാത്രമായിട്ട് അങ്ങനെ ഒന്നും
ഗൈസിനും എനിക്ക് റീഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഗൈസ് എല്ലാം ചെയ്യാൻ പറ്റും. ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഇത്രയധികം ഗേൾ ഫ്രണ്ട്സ്. ഗേൾസിനെ കാണുമ്പോ തന്നെ അവരുടെ കൈ നോക്കി ഗേൾ ഫ്രണ്ട്സ്, അപ്പൊ കൈയൊക്കെ നോക്കി യെസ് ഓൺലി ഫ്രണ്ട്സ്, അപ്പൊ കൈയൊക്കെ നോക്കി കഴിയുമ്പോഴത്തേക്ക് അവരെ അങ്ങ് ഫ്ലാറ്റ് ആക്കി അവരങ്ങ് പാവം എല്ലാം ഇതെന്നൊക്കെ പറഞ്ഞു. ഇന്റർവ്യൂ നടക്കുമ്പോ ഏറ്റവും വലിയ കോഴി എന്ന് പറയുന്ന സാധനം ഉണ്ടാവും. പ്ലീസ് അത് എടുത്തോണ്ട് പോവില്ലേ only revolving around women, you know that, right? Past another 20 minutes നമ്മൾ ആകെ സംസാരിച്ച് പെണ്ണുങ്ങൾ 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 പെണ്ണുങ്ങൾ. ആണോ? ആരിനെ കാണുമ്പോ എന്താന്നറിയില്ല, അത് തന്നെ ചോദിക്കാൻ തോന്നുന്നു. ഭാഗ്യ ആണുങ്ങൾ വെച്ചില്ലല്ലോ, വേറെ എന്തോ പോയാ സത്യം. ഓക്കെ, അതിന് ശരിക്കും അഭിനയം നേരത്തെ കുറച്ച് മുന്നേ പറഞ്ഞു, നമ്മൾ തുടങ്ങിയപ്പോ തന്നെ ചെറുപ്പം മുതലേ മിമിക്രി ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളത്. അപ്പൊ മുതലേ ആക്ട് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് ദേർ അല്ലേ, പാഷനായിട്ട് ഇപ്പോഴും കൂടെ ഉണ്ട് ആര്യന്റെ കൂടെ. അപ്പൊ അതുകൊണ്ടാണോ? പക്ഷെ എന്തുകൊണ്ട് ഡയറക്റ്റ് മൂവിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മോഡലിലേക്കോ എൻട്രി ചെയ്യാതെ ആര്യൻ ഓക്കെ ഞാൻ ഇതിനെക്കുറിച്ച് ശരിക്കും തറവായിട്ട് പഠിച്ചിട്ട് ഞാൻ അതിലേക്ക് ഇറങ്ങാം, അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു കാര്യം എന്താണ്? I've seen a lot of people who are naturally talented. Okay, എനിക്ക് നാച്ചുറൽ ടാലന്റ് ഉണ്ടെങ്കിലും നമുക്ക് ഈ സിനിമ if you're entering a area like I told you, ഒരു വാറിന് പോകുമ്പോൾ you'll polish all your skills. അപ്പൊ ഞാൻ വിചാരിച്ചു I wanted to learn all the emotions first. And നിങ്ങൾക്ക് I don't know how to tell you that I've learned so much till now. I'm not perfect, പക്ഷെ I've learned so much in terms of acting. Like എക്സാമ്പിൾ ഞാൻ പറയാം, നിങ്ങൾ ഒരു സിനിമയിൽ you're crying. How do you normally cry? ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് they put glycerin, കരഞ്ഞു മരിച്ചുപോയി. ഓക്കെ, some people connect with their life. എന്റെ അമ്മ മരിച്ചപ്പോൾ ഞാൻ എങ്ങനെയായിരുന്നു, ഈ പടത്തിലും ഇങ്ങനെ അഭിനയിക്കും, ഈ പടത്തിൽ എന്റെ അമ്മ മരിച്ചുപോയി, എക്സാമ്പിൾ. പക്ഷെ അങ്ങനെ അതല്ല കരച്ചിൽ. കരച്ചിൽ ഇസ് ഓൾ അബൌട്ട് ബ്രെത്ത്. നമ്മള് ഏത് ബ്രെത്ത് എത്ര ലോങ് പിടിച്ചിട്ട് ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ ബ്രെത്ത് പാൽപിറ്റേറ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, one cry, second cry. Example. So when you use your breath and your eyes, that's when you act. So ഈ കാര്യം എനിക്കൊന്നും അറിയില്ല. ഈ ആക്ടിങ്ങിൽ ഇറങ്ങിയാൽ someone says that നീ ഒന്ന് കരഞ്ഞ, ഞാൻ എന്ത് ചെയ്യും, ക്രിസ്ത്യൻ എടുക്കും, കരയും. It look very fake. പക്ഷെ now that I learned how to hold my breath, how to act from my eye, upper eyelid, lower eyelid, എങ്ങനെ മൂവ് ചെയ്യേണ്ടത്, ഇതെല്ലാം ഭയങ്കര ടെക്നിക്കൽ തിങ്സ് ആണ്. ലൈക്ക് യു നോ ലേണിംഗ് ഹൗ ടു ഡു all these നവരസങ്ങളെല്ലാം, how to execute them in a scene. ഒരു പെൺകുട്ടിയായിട്ട് എനിക്ക് സ്നേഹം തോന്നിയ അങ്ങനെ പറയാൻ പറ്റില്ല. You should go from the breath. It should start from here. It starts from your core. If you like a girl, your breath goes like oh yeah, and then your smile comes. You can't be like, that's not love. Love comes from your breath. Cry comes from your breath. And you when you smile, that's your breath stopping. All that's your breath. So ഇതെനിക്കൊന്നും അറിയില്ല. ഞാൻ ജനിച്ചപ്പോൾ തന്നെ അമ്മ പഠിപ്പിക്കില്ലല്ലോ മോനെ ബ്രെത്ത് ആണ് ഇങ്ങനെ കരയേണ്ടില്ലല്ലോ. സോ ഐ ഹാവ് ടു ലേൺ ഓൾ ദിസ്. സോ ഇതെല്ലാം പഠിച്ചിട്ടാണ് ഞാൻ സിനിമയ്ക്ക് പോകുമ്പോൾ ഇപ്പോൾ ഡയറക്ടർ പറഞ്ഞു മോനെ ഇതാണ് സീൻ, പുള്ളി ഇത് മാത്രം പറയുന്നത്, ഹീൽ ഓൺലി ടെൽ മീ ഇതാണ് സീൻ, ബാക്കി നീ ചെയ്യണം. അപ്പോൾ ഇതെല്ലാം സീനിൽ നമ്മൾ എങ്ങനെ ഒരു സ്പേസ് യൂസ് ചെയ്യുന്നു, അത് ദിസ് ഇസ് നോട്ട് you can't learn this with experience. You have to go to some place and you should gain it. For example, എനിക്ക് ഡയറക്ടർ പറഞ്ഞു ഇതാണ് സീൻ മോനെ, ഇന്റർവ്യൂ സീനാണ്, പക്ഷെ ഞാൻ ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഇതും കൂടി യൂസ് ചെയ്യുന്നു, സ്പേസ് യൂസ് ചെയ്യുന്നു, മൂവ് ചെയ്യുന്നു, ഇങ്ങനെ കാലിങ്ങനെ ഇരിക്കുന്നു. ദിസ് ഇസ് ഐ എം ഗിവിംഗ് 5 different forms of myself in acting. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ലൈക്ക് യു ഷുഡ്, ആക്ടിങ് ഇസ് നോട്ട് സിമ്പിൾ. വി തിങ്ക് ലൈക്ക് നമുക്ക് ചിരിക്കാൻ വേണം ചിരിക്കാം, എല്ലാം ചെയ്യാം, പക്ഷേ വൺസ് ഈ ചിരിയിൽ ഒരു 100 വേരിയേഷൻസ് ഉണ്ട്. വാട്ട് ദ ഡയറക്ടർ വിൽ ലൈക്ക്, ഹി വിൽ സേ പെർഫെക്റ്റ് ഷോട്ട്, ഇല്ലെങ്കിൽ കൂടി വരും 1 more എന്ന് പറയും. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? പുള്ളിക്ക് ഇഷ്ടപ്പെടുന്ന വേറെ നമ്മളിങ്ങനെ വെറൈറ്റി കാണിച്ചുകൊണ്ടിരിക്കണം. ഇപ്പൊ ഫഹദ് ഫസൽ സർ, I love his acting. And one of the most, I love Fahd Fazil. So one thing I observed about him, I went, ഞാൻ എവിടെയോ ഒരു ഷൂട്ടിൽ, ഐ തിങ്ക് പനമ്പൽ നഗറിലോ കണ്ടിരുന്നു. ഷോട്ട് തുടങ്ങിയപ്പോൾ പുള്ളി 3 വേരിയേഷൻ കൊടുത്തു ഒരു സെയിം ഷോട്ടിന്റെ. ലൈക്ക് റൂമിനകത്ത് കയറുന്നു, ടവൽ എടുക്കുന്നു. ഇതൊന്നും ഡയറക്ടർ പറഞ്ഞിട്ടില്ല. ഡയറക്ടർ ഹാസ് നോട്ട് ടോൾഡ് ടേക്ക് ദ ടവൽ, വൈപ്പ് യുവർ ഹാൻഡ്, ഡ്രിങ്ക് വാട്ടർ ആൻഡ് ദെൻ ടോക്ക്. ഡയറക്ടർ ടോൾഡ് ഇതാണ് ഡയലോഗ്, ഈ സീനിൽ ഇവിടെ ഇതാണ് സ്പേസ്. പുള്ളി ആ സ്പേസ് യൂസ് ചെയ്യുന്നത് കാണണം. ടവൽ എടുത്ത് കറക്റ്റ് സ്വെറ്റ് മാറ്റി വെള്ളം കുടിച്ചു സംസാരിച്ചു, സിഗരറ്റ് എടുത്തു, സിഗരറ്റ് ഇതെല്ലാം പുള്ളി തന്നെ ഡെവലപ്പ് ചെയ്തു. സോ ദാറ്റ് ഇസ് എക്സ്പീരിയൻസ് ആൻഡ് ദാറ്റ് ഇസ് വാട്ട് ഹി ഹാസ് ലേൺഡ്. പണ്ടത്തെ ഫാഫ അല്ല ഇപ്പത്തെ ഫാഫ. ഒരു ഗംഭീര ഒരു കംബാക്ക് ഉണ്ടായിരുന്നു ഫാഫയുടെ. ആ ഒരു ഐ ഫെൽറ്റ് ഇഫ് ഫാഫ സർ ക്യാൻ he can come there and do the comeback by going to acting institutes, I would prefer, even you should go. As a human നിങ്ങൾ ലേൺ ചെയ്യും. I have cried.
ഞാൻ മണിക്കൂർ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ആക്ടിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. എങ്ങനെയാണെന്ന് അറിയില്ല. ഐ വെന്റ് ടു ആദിശക്തി. അവിടെ വിനയ് സർ എന്ന് പറഞ്ഞ സാറുണ്ട്. പുള്ളി എനിക്ക് എന്തൊക്കെയോ പറഞ്ഞു. ഹി ടോൾഡ് മീ ടു ലുക്ക് സംവെയർ ഫാർ, ഫോക്കസ് ദെയർ, ബ്രീത്ത് പിടിക്കുക. ആൻഡ് ഹി മൂവ്ഡ് ഹിസ് ഹാൻഡ്. ഞാൻ വീഡിയോ കാണിച്ചു തരാം. എൻ്റെ ഇങ്ങനെ കൈ മൂവ് ചെയ്തു. ഐ സ്റ്റാർട്ട് ക്രൈങ്. ഞാൻ ബ്രേക്ക് ഡൗൺ ആയി. ഞാൻ കരഞ്ഞോണ്ടിരുന്നു അവിടെ. ഐ തിങ്ക് ഫോർ 1 hour I was just crying. And I can't stop. Tears വന്നുകൊണ്ടിരിക്കുക. So I'm saying there is something. There is this thing which you have to learn and then come to acting. നാച്ചുറലി നിങ്ങൾക്ക് വലിയ സ്റ്റാർ ആവാം, അതല്ല ഞാൻ പറയണേ. പക്ഷെ ഐ ഫീൽ ഈ ഒരു കാര്യത്തിന് പോകുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി പ്രൊഫഷണൽ ആവും. ആൾക്കാർ ക്വസ്റ്റ്യൻ ചെയ്യില്ല ഇവൻ ആരാ, അത് പറയില്ല ഒരിക്കലും. നമ്മൾ ആക്ടിങ് പഠിച്ചിട്ട് വന്നാൽ ദേ നോ ലൈക്ക് ഇവൻ ഈ കുട്ടിക്ക് അറിയാം. വളരെ മെക്കാനിക്കൽ ആയിട്ട് ഇവന്റെ ലാംഗ്വേജ് കുറച്ച് ഇങ്ങനെ ആണെങ്കിലും ഇയാളോട് അഭിനയിക്കാൻ പറഞ്ഞാൽ ഇയാൾ അഭിനയിക്കും. അപ്പൊ അത് ശരിക്കും പോയത് ആര്യൻ ശരിക്കും അത് ഏറ്റവും വലിയ ഡിസിഷൻ ആയി പോയി. അത് ആരാ ആര്യന്റെ അടുത്ത് സജസ്റ്റ് ചെയ്തത് ഇങ്ങനെ ആക്ച്വലി എന്റെ ഒരു ഫ്രണ്ട് ഷംസു എന്ന് പറഞ്ഞിട്ട് ഹീസ് എ ഫിലിം പ്രൊഡ്യൂസർ ആണ്. ഞാൻ ഫസ്റ്റ് ചെയ്ത പടം 1983 വിത്ത് നിവിൻ പോളി. അതാണ് എന്റെ ഫസ്റ്റ് മൂവി ആസ് എ ചൈൽഡ് ആർട്ടിസ്റ്റ്. ആ സിനിമയുടെ പ്രൊഡ്യൂസറാണ് ഷംസുദ്ദീൻ എന്ന് പറഞ്ഞിട്ട്. പുള്ളി റീസെന്റ് പോയപ്പോൾ പുള്ളി പറഞ്ഞിട്ട് മോനെ നീ ഒന്ന് പോയി നോക്കണം, നീ കുറച്ച് ജിൽജിലാണ് ഇവിടെ, നിന്റെ ഫോക്കസ് കുറച്ച് മാറുന്നുണ്ട് ആക്ടിങ്ങിന്ന്. നീ ചെയ്യുന്ന യു ഡൂയിങ് ആക്ടിങ് ബട്ട് യു റിവോൾവിംഗ് അറൗണ്ട് തിങ്സ് യു ഷുഡ് നോട്ട് റിവോൾവ്. ഗോ ടു ദ പോയിന്റ്. പോയി ആക്ടിങ് പഠിക്കൂ, ഇതെല്ലാം ചെയ്യൂ, തിയേറ്റർ എല്ലാം മാസ്റ്റർ ചെയ്യൂ, ലാംഗ്വേജ് നിന്റെ കുറച്ചുകൂടി ബെറ്റർ ആക്കൂ, പിന്നെ നീ വരൂ. ഞാൻ ഒരു 100 പടങ്ങൾ ചെയ്യുന്നുണ്ട് മോനെ, നീ പേടിക്കണ്ട, ഇഫ് യു ഡു ഗുഡ് ഐ വിൽ ഗെറ്റ് യു ഗുഡ്. അങ്ങനെ ഒരു പറഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു ഹീസ് റൈറ്റ്. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഐ തോട്ട് ഓഫ് ഗോയിങ് ആൻഡ് ലേണിംഗ് ആൻഡ് സ്റ്റഡിങ് വാട്ട് ഈസ് ആക്ടിങ്, ഗോയിങ് ഫോർ ദ ഡെപ്ത് ഓഫ് ഇറ്റ്. ഓക്കെ. അപ്പൊ അങ്ങനെ അത് പോയി പഠിച്ചു വന്നു കഴിഞ്ഞപ്പം എന്തുകൊണ്ടാണ് പിന്നെ ഫസ്റ്റ് മലയാളത്തിലേക്ക് വരാനൊരു റീസൺ? ഇവിടുത്തെ സ്ക്രിപ്റ്റ്സ്, ഇവിടുത്തെ ആൾക്കാർ, പീപ്പിൾ, ഹൗ ദേ ആക്ട്, ഹൗ ദ സ്ക്രിപ്റ്റ്സ് ആർ, ഹൗ ദ മൂവീസ് ആർ മേഡ്. എല്ലാ ലാംഗ്വേജിൽ മൂവീസ് കാണുമായിരുന്നു. ഞാൻ എല്ലാം ഹിന്ദി, പഞ്ചാബി, ഇംഗ്ലീഷ്. ഐ വാച്ച് ലോട്ട് ഓഫ് മൂവീസ്. ഈവൻ മലയാളം ടു. യെസ്, തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ പടം ഓടാത്ത പടം കാണാനുണ്ട് ഇവിടെ. ഐ വാച്ച് എവറിഥിങ്. ഓക്കേ. The actors I love, I will definitely watch their movies. 100%. So അങ്ങനെ മൂവീസ്, I'm a movie fan. ക്രേസ് ആണ് എനിക്ക്. They'll ask you എവിടെ കഫേ പോയാലോ ഞാൻ പറയില്ല സിനിമ കാണാൻ പോവാം. I am like that person. That's cinema to me. It's like അത്രയും അറ്റാച്ച്ഡ് ആണ് ഈ ഒരു ഫീൽഡിനോട്. ഓക്കേ. അപ്പോൾ അതുകൊണ്ട് മലയാളമാണ് ദ ബെസ്റ്റ് എന്ന് തോന്നിയോ? I feel in terms of the way the make is, how they show an actor, how the acting is done. ലാലേട്ടൻ ആയാലും മമ്മൂക്കയായാലും ഇവർക്കെല്ലാം they like god of acting. ഇവരെ കണ്ടപ്പോൾ I was very motivated to act. ഓക്കേ. അപ്പൊ അവരങ്ങ് ഫ്ലാറ്റ് ആക്കി. അങ്ങനെ ആര്യൻ വേറെ ഇതിലേക്കും പോകാതെ നേരെ മലയാളത്തിലേക്ക് തന്നെ വന്നു. സ്ഫടികമൊക്കെ കാണാൻ ഞാൻ പറഞ്ഞ പോലെ ആ പടം ബ്യൂട്ടിഫുൾ. നമ്മുടെ സ്ഫടികമാണോ ഫസ്റ്റ് കാണുന്നത്? ഇത് സ്ഫടികമല്ല, ഞാൻ ഉസ്താദ് ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ദുൽഖർ സൽമാന്റെ, ഞാൻ അങ്ങനെ പോലത്തെ ഒരു, ഞാൻ തുടങ്ങിയത് അങ്ങനെയാണ്. ദുൽഖർ സൽമാന്റെ മൂവീസ് ലൈക്ക് there is ഉസ്താദ് ഹോട്ടൽ ആയാലും ABCD. I love മാർട്ടിൻ പറക്കാട്ട് സർ ഓൾസോ. ഇങ്ങനെ പടങ്ങളൊക്കെ all those new gen പടങ്ങൾ തുടങ്ങി. When I went to the depth of it, I went to watch all old movies. If I'm doing a movie recently, ഞാൻ ഷൂട്ട് ഇപ്പോൾ ലാസ്റ്റ് ഷെഡ്യൂൾ ബാക്കിയുണ്ട്. I'm doing a movie with ദുൽഖർ സൽമാൻ ഇപ്പോൾ. It's called I Am Game. നമ്മുടെ നഹസ് സാറിന് അറിയായിരിക്കും, RDX മൂവിയുടെ ഡയറക്ടർ. He is the director. I'm doing a good character in that movie. ഒരു ഗാംബ്ലിംഗ് ബേസ്ഡ് മൂവിയാണ്. അപ്പോൾ ആ മൂവിയിൽ ഞാൻ നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. റിലീസ് ആവും. പ്രൊമോഷൻ ഒക്കെ നമ്മൾ എന്തായാലും വീണ്ടും കാണും. ഓൾമോസ്റ്റ് ഇപ്പൊ കഴിയാറായോ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ? എന്റെ ഷെഡ്യൂൾ ഏകദേശം തീർന്നു. ഒരു 3-4 days ഷൂട്ട് ബാക്കിയുണ്ട്. അതല്ലാത്ത DQ സാറിന്റെ ഉണ്ട് 2-3 months ഷൂട്ട് ഉണ്ട്. ഓക്കെ. നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം. അടുത്ത സെഗ്മെന്റ് പിക്ക് യുവർ ഫ്രണ്ട് എന്നുള്ളതാണ്. അടുത്തത് അതായത് 2 പേരുടെ ഓപ്ഷൻസ് തരും. അതിലെ ന്യൂട്രല് അത് ഇത് എന്ന് പറയരുത്, ഒരാളെ മാത്രം പറയണം. ഓക്കെ. ഫ്രണ്ടിനെ പിക്ക് ചെയ്യണം. ഓക്കെ. ഫ്രണ്ട് ആക്കാൻ വേണ്ടിട്ടാണ്. ഓക്കെ. ഫസ്റ്റ് വൺ, ധ്യാൻ ശ്രീനിവാസൻ ഓർ ഷൈൻ ടോം ചാക്കോ? ധ്യാൻ ശ്രീനിവാസൻ. വൈ? ധ്യാനേട്ടൻ ഞാൻ 2 പ്രാവശ്യം മീറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കോമഡി ക്യാരക്ടറാണ്. പിന്നെ ഒരു ഐ ഡോണ്ട് ഗിവ് ആറ്റിറ്റ്യൂഡ് ഉള്ള ആളാണ്. മനസ്സിലായോ? ലൈക്ക് ഞാൻ എന്താ അവിടെ പോണേ, ഞാൻ എന്താ അവിടെ പോകാൻ പറ്റാത്ത, എന്റെ ലൈഫ് ഞാൻ എന്തോ ചെയ്യുന്നു, ആ കാര്യം ധ്യാൻ ചേട്ടന്റെ സൂപ്പറാണ്. പൂജ എന്ന് തോന്നുന്നു പറയുമ്പോ ഭയങ്കര ഒരു ഓറാണ്. മനസ്സിലായില്ലേ? what people are saying, what he likes to live himself. ഷൈൻ ചേട്ടൻ അങ്ങനെയാണ്. പക്ഷെ ഐ ഫീൽ ധ്യാൻ ചേട്ടൻ കുറച്ചും കൂടി ഒരു ആകാശത്തിൽ സ്ട്രോങ് ആണ്. ഓക്കെ. നെക്സ്റ്റ് വൺ, ഹണി റോസ് അനു സിത്താര? ഹണി റോസ് ചേച്ചി. എന്താ? I don't know, I like her aura. എല്ലാം മറ്റേ ഈ സ്റ്റേജ് ഇവന്റ്സിലും കാണാറുണ്ട്. അങ്ങനെ മീറ്റ് ചെയ്തിട്ടില്ല പേഴ്സണലി, but I would love to meet someday and make her my friend. She seems very nice, gentle smile ആണ്, sweet ആണ്. ഓക്കെ. ഭയങ്കര സ്വീറ്റാ. ഓക്കെ. ഗായത്രി സുരേഷ് ഓർ ഡയാന ഹമീദ്? ഗായത്രി സുരേഷ്.
Why? There's no reason. I just like her presence. Uh-huh. I don't know her that personally, but I just like her presence. ആ കാര്യത്തിലുള്ള കാര്യം. ഓക്കെ ഓക്കെ. അപ്പൊ ഇവരൊക്കെയാണ് കൂടെ ഫ്രണ്ട്സ് ആയിട്ട് കൂടെ കൂട്ടാൻ ആഗ്രഹിക്കുന്ന Yes. ആൾക്കാര്. ഓക്കെ. ഇവര് മാത്രം ചോദിച്ചാൽ വേറെ ഇഷ്ടം പോലെ 100-150 അപ്പൂസിന് എത്ര അറിഞ്ഞാൽ മതിയായിരുന്നു, അത്രേ ഉള്ളൂ. അപ്പൂസിന് പ്ലാൻ ആയിരിക്കും ആയിരിക്കും. അവരുടെ ഇന്റർവ്യൂവിൽ അവരോട് ചോദിക്കും. അതെ അതെ അതെ. അപ്പൂസ് കായലിൽ ചാടിച്ച് കക്ക വരപ്പിച്ചതിന്റെ പിന്നിൽ എന്തൊക്കെ പ്ലാൻസ് ഉണ്ടായിരുന്നു. അന്ന് ഭയങ്കര വൈറലായില്ലേ ശരിക്കും, അല്ലേ? കുറെ ആൾക്കാർ കണ്ടു.